ഹായ്, നിങ്ങൾക്കൊരു പ്രശ്നവും കൂടാതെ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒന്നിനെതിരെയും പ്രതികരിക്കാതെ ശബ്ദിക്കാതെ മൗനം പൂണ്ടു നിൽക്കുക. എന്ത് കണ്ടാലും കേട്ടാലും അനുഭവിച്ചാലും വേദനിച്ചാലും ശരി, ഒന്നിനും മിണ്ടാതെ കയ്യും പൂട്ടി വായും പൂട്ടിയിരുന്നോണം. കമ എന്ന് മിണ്ടരുത്. അല്ലെങ്കിലും ഉള്ളറിഞ്ഞ് ആഴത്തിൽ അഗാധത്തിലുള്ള ഒരു സ്നേഹത്തിൽ എന്തിനാണ് പ്രതികരിക്കുന്നത്? ഏതൊരു വഴക്കും നിമിഷനേരം കൊണ്ട് സോൾവ് ആക്കുന്ന ഒരു മാന്ത്രികത അവിടെയുണ്ടല്ലോ. ഒന്ന് ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റിയിലൊരു ഉമ്മ വെച്ച് പോട്ടടോ ഞാനില്ലേ നമുക്ക് റെഡിയാക്കാം എന്നൊരു വാക്കിൽ നിന്നുണ്ടാവുന്നൊരു ആത്മബന്ധമുണ്ട്. അത് അനുഭവിക്കുന്നവർക്കാണ് അതിൻ്റെ ഭംഗി, അതിൻ്റെ രസം, ചടുലത ഒക്കെ മനസ്സിലാകൂ. പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് തമ്മിൽ എന്ത് തോൽവിയും വിജയവും എന്ത് വന്നാലും നമുക്ക് തന്നെ, എന്ത് വന്നാലും നമ്മൾ നേരിടുക തന്നെ ചെയ്യും എന്നതാണ് അവിടുത്തെ നയം. ഞാൻ നീ എന്നില്ല, നമ്മൾ എന്ന് മാത്രമേ ഉള്ളൂ. എന്തൊരു ഭംഗിയാണതിന്. എല്ലാറ്റിനും മിണ്ടിപ്പറയാൻ നിന്നാൽ അതിനു മാത്രമേ നേരം കാണൂ. മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ നോക്കി നോക്കി മര്യാദയ്ക്കൊന്ന് ജീവിക്കാൻ കഴിയാത്തവർ, അവർ സ്വന്തത്തിലേക്കൊന്ന് നോക്കിയാൽ അവിടെയും നിറയെ തെറ്റുകളും കുറ്റങ്ങളും കാണാൻ കഴിയും. എന്നാൽ അതിന് ഇന്ന് നേരമില്ല. ഉള്ള നേരത്തിൽ അന്യൻ്റെ കുറ്റവും കുറവും നോക്കി പ്രതികരിച്ച് പറഞ്ഞു നടക്കണം. അത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ, അതേ ചിന്തയുള്ളൂ. ഇങ്ങനെ നോക്കി നടക്കുന്നവർ ഒരു വ്യക്തിയോട് തന്നെ വീണ്ടും വീണ്ടും ഒരേ കാര്യം ആവർത്തിക്കാതെ 1-2 തവണ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് കാത്തിരിക്കുക. എന്നിട്ടും നിങ്ങൾ ഉദ്ദേശിച്ച വഴിയിലേക്ക് അവർ വരുന്നില്ലെങ്കിൽ ഒന്നുകിൽ അവർ പോകുന്ന വഴിയെ തെളിക്കുക, അല്ലെങ്കിൽ പറയാനുള്ളത് ഓപ്പണായിട്ട് പറഞ്ഞു വിട്ടേക്കുക. പരസ്പരം മനസ്സിലാക്കാതെ ജീവിക്കുന്നതിലും നല്ലത് തെറ്റെന്ന് തോന്നുന്നത് വെട്ടിത്തുറന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ്. ചിലർക്ക് വിഡ്ഢിവേഷം കെട്ടി അഭിനയിച്ച് മടുത്തവരായിരിക്കും. ഇങ്ങനെ ഉരുകി ഉരുകി ജീവിക്കുന്നതിൽ നിന്നും എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാവുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഒന്നോർക്കുക, ഒരിക്കൽ നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് ഒരവസരം കൊടുത്തിട്ടും അവർ വീണ്ടും വീണ്ടും അവർ വേദനിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, അവർക്ക് ഇനിയും വേദനിപ്പിക്കാനും തീ തീറ്റിക്കാനും ഒരു മടിയും ഉണ്ടാകില്ല. നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങളിൽ നിന്നും എടുക്കുന്ന തീരുമാനങ്ങൾ മികച്ചതാക്കാൻ നോക്കുക. അതിൽ ഉറച്ചു നിൽക്കുക. അഭിനയങ്ങൾ കണ്ട് വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക. മനഃപൂർവ്വം ചെയ്യുന്നതാണിതെല്ലാം എങ്കിൽ അവർക്ക് അവയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതവും സ്വപ്നവുമെല്ലാം അവർ അതിന് അത്രയേ വില കൊടുക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. എടോ, സ്നേഹവും പരിഗണനയും ഒന്നും പിടിച്ചു വാങ്ങാൻ പറ്റില്ല. നിരന്തരം തെറ്റ് ചെയ്യുന്നവർ, കള്ളങ്ങൾ പറയുന്നവർ, എന്നിട്ട് ആ തെറ്റ് നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് വാദിക്കുന്ന ഒരു പങ്കാളിയുടെ മുന്നിൽ ബന്ധം പോകുമെന്ന് കരുതി മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇല്ലാതാകുന്നത്, അതിലൂടെ നശിക്കുന്നത് നിങ്ങളുടെ മാത്രം ജീവിതമാണ്. ഇങ്ങനെയുള്ളവരെ ഒരടി അകലത്തിൽ നിർത്തണം. ചിലതൊക്കെ നിങ്ങൾ നിങ്ങൾക്കായി മാത്രം മാറ്റേണ്ടതുണ്ട്, ശീലിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ എല്ലാം തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരൊറ്റപ്പെടൽ പോലും എല്ലാം നിങ്ങൾക്ക് നേരിടേണ്ടി വരും. നിങ്ങൾക്ക് എല്ലാം ഒറ്റയ്ക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലൊരു രസമുണ്ട്. ഒറ്റയ്ക്കൊരു ബീച്ചിൽ പോവുക, ഒറ്റയ്ക്കൊരു മൂവിക്ക് പോവുക, ഒറ്റയ്ക്കൊരു ഫുഡ് കഴിക്കുക. ഒന്ന് ചെയ്തു നോക്കൂ. അങ്ങനെയൊക്കെ ഒറ്റയ്ക്കെല്ലാം ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് നമ്മോട് തന്നെ ഒരു അഡിക്ഷൻ വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏകാന്തത എത്ര മനോഹരമായിരിക്കും. ഏകാന്തത വലിയൊരു ഭാരമായി മാറുന്നത് ആസ്വദിക്കാനുള്ള മനസ്സില്ലാത്തവർക്കാണ്. എല്ലായിടത്തു നിന്നും നമുക്ക് നമ്മളെ നഷ്ടപ്പെടുമ്പോൾ നമുക്കെങ്കിലും നമ്മളെ നഷ്ടപ്പെടാതെ ചേർത്ത് പിടിക്കണം. എല്ലാവരും നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ നമ്മളെ സംരക്ഷിക്കണം. എല്ലാവരും നമ്മളെ അവഗണിക്കുമ്പോൾ നമ്മൾ നമ്മളെ പരിഗണിക്കണം. എല്ലാവർക്കും നമ്മളൊരു ഭാരമാകുമ്പോൾ നമുക്ക് നമ്മളൊരു തോൽ സ്പർശം പോലെ. ബൈ. മോട്ടിവേഷൻ മലയാളം.